ഹായ് പ്രിയപ്പെട്ടവരെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കുട്ടികളുടെ മൊബൈൽ ഉപയോഗവും ഇത് എത്രത്തോളം അവരുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നു എന്നും ഇതിൽ നിന്ന് ഒരു മോചനം സാധ്യമാണോ എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. ഇത് ഇന്ന് വളരെ വ്യാപകമായിട്ട് തന്നെയാണ് ഈ വിഷയം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഓരോ ആളുകൾക്കും ചെയ്യുക എന്ന് പോലും സന്ദേഹത്തോട് കൂടിയിട്ടാണ് പലരും ചിന്തിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ കാര്യപ്രാപ്തി, ഇതിന്റെ സീരിയസ് മനസ്സിലാക്കിയത് ബ്ലൂംബർഗിൽ ഒരു ആർട്ടിക്കിൾ വായിച്ച സമയത്താണ്. ബ്ലൂംബർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ഡാറ്റ അഗ്രിഗേറ്ററാണ്. ബ്ലൂംബർഗിന്റെ ഏറ്റവും വലിയ സ്റ്റോക്ക് ഹോൾഡർ ആയിട്ടുള്ള മൈക്കിൾ ബ്ലൂംബർഗ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത്. ഈ ആർട്ടിക്കിളിന്റെ തലക്കെട്ട് മറ്റൊന്നുമായിരുന്നില്ല, അവർ കിഡ്സ് ആർ സ്പെൻഡിങ് ടു മച്ച് ക്ലാസ് ടൈം ഓൺ ലാപ്ടോപ്പ്. അമേരിക്കയിലെ ക്ലാസ്സിനും ഈ പറഞ്ഞ പോലെ ലാപ്ടോപ്പും അതേപോലെ തന്നെ ഡിജിറ്റൽ ഡിവൈസും സ്മാർട്ട് ക്ലാസ്സും സ്മാർട്ട് ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡും ഇവയെല്ലാം ഉണ്ട്. അപ്പോൾ കുട്ടികൾ പെന്നും ബുക്കും ഒക്കെ ആയിട്ട് ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുമായിട്ടാണ് ഇരിക്കുന്നത്, ഡിജിറ്റൽ ഉപകരണവുമായിട്ട് ഇടപഴകുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇത് കേരളത്തെ സമയത്തോട് നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ച് വ്യാപകമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കൊറോണ സമയത്ത്. അതിന്റെ മുന്നേ വല്ലാതെ ഉണ്ടായില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന്റെ ഉപയോഗം എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ളത് വിലയിരുത്തേണ്ട ഒരു സമയമാണ് അതിക്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ ഇദ്ദേഹം ഈ ആർട്ടിക്കിളിൽ പറയുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ജസ്റ്റ് ഒന്ന് അവലോകനം ചെയ്യാം. അദ്ദേഹം ഒന്നാമതായി പറയുന്ന ഒരു കാര്യം വെച്ചാൽ കോവിഡിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു മാറ്റം വളരെയധികം മക്കളിൽ വന്നിട്ടുണ്ട്. ഡിജിറ്റൽ ഗാഡ്ജറ്റിനോടുള്ള ഭ്രമം. 2020 കോവിഡ് നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കോവിഡ് കൊണ്ടുവന്നിട്ടുണ്ടാക്കിയ സാമൂഹിക ഒരു ഉയർച്ചയാണ് വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രത്യാഘാതങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ. അത് അന്നത്തെ കാലത്തിന്റെ ഒരു ആവശ്യകതയായിരുന്നു, ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ പിന്നീട് അതൊരു ആചാരമായിട്ടാണ് മാറിയിട്ടുള്ളത്. സ്കൂൾ തുറന്ന് തിരിച്ച് പഴയ രൂപത്തിലായിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ നമ്മുടെ മക്കള് ക്ലാസ്സിന്റെ ട്രാൻസാക്ഷൻ ഒരു പകുതിയോളം കോവിഡ് കാലത്തുള്ളത് പോലെ തന്നെ നിലനിൽക്കുന്നു. അഥവാ വിദ്യാഭ്യാസം ഡിജിറ്റൽ ഡിവൈസിൽ കൂടിയാണ് വരുന്നത് എന്നുള്ള ഒരു മിഥ്യാധാരണ പല സ്കൂളുകൾക്കും മാതാപിതാക്കൾക്കും ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഫലമായിട്ട് കുട്ടികൾ ഒരു ഡിജിറ്റൽ ഡിവൈസിന്റെ മുമ്പിൽ ചെലവഴിക്കുന്നതിന്റെ 80% സമയവും ഉപയോഗമില്ലാത്ത കാര്യങ്ങൾക്കായിട്ടാണ് ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് പല ഗവേഷണങ്ങളും പറയുന്നത്. കാരണം പഠനത്തിന് വേണ്ടിയിട്ട് അവർ ചെലവഴിക്കുന്നതിനാൽ കൂടുതൽ 80% അവരെ നോൺ യൂസ് ആയിട്ടുള്ള എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവർ ചെലവഴിക്കുന്നത്. രക്ഷിതാക്കൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഒരു അമേരിക്കയിലെ കണക്കുകൾ അനുസരിച്ച് വെറും 28% 8ാം ക്ലാസ്സിലെ മാത്സിന്റെ അകത്ത് പ്രൊഫഷനിലുള്ള കുട്ടികൾ, അതായത് 1/3 പോലും ഇല്ല. കുട്ടികൾക്ക് സ്വയം ചിന്തിക്കാനുള്ള അവരെ ക്രിയേറ്റീവ് മൈൻഡുകൾ അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇന്ന് മക്കൾ വീണ്ടും ചെറിയ കുട്ടികളെ പോലെ ആയി മാറുകയാണ്. ക്രിയേറ്റീവ് മൈൻഡ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാം വിരൽത്തുമ്പിൽ കിട്ടാൻ പോവാണ്. ഇന്ന് വന്നോട് കൂടിയിട്ട് ഒന്നും അവർക്ക് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം ജനറേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ അമേരിക്കയുടെ കണക്ക് പറയുന്ന 30%-ഓളം പേർക്ക് മാത്രമേ വ്യക്തമായിട്ട് വായിക്കാൻ കഴിയുന്നുള്ളൂ എന്നാണ്. അതേസമയം 12ാം ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 28% കുട്ടികൾക്ക് മാത്രമാണ് പ്രൊഫിഷ്യൻസി ഉള്ളവർ. താഴേക്ക്
24% മാറുന്നു. വായിക്കാൻ അറിയുന്ന ആൾക്കാർ 37% മാറുന്നു. നമ്മുടെ ഇന്ത്യയിലെ കണക്കുകളും വളരെ വിഭിന്നമല്ല. ഞാൻ ഇതിനു മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. നമ്മുടെ മാത്സ് കോമ്പിനൻസിനെ കുറിച്ചിട്ട് 6ാം ക്ലാസ്സിലെ 60%-ലേറെ കുട്ടികൾക്ക് വ്യക്തമായിട്ട് കുറക്കാൻ അറിയില്ല എന്ന് പുതിയൊരു പഠനം വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ കോവിഡിന് ശേഷമുള്ള പഠനങ്ങളാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് ഇത്ര മാറ്റങ്ങൾ ഡീറ്റെയിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത്ര മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഡീറ്റെയിൽ ഡിവൈസ് കൊണ്ടല്ലേ പല ആൾക്കാർക്കും തോന്നാം. പ്രത്യേകിച്ച് മാതാപിതാക്കളും പല അധ്യാപകരും ഉൾപ്പെടെ കുട്ടിയുടെ വലിയ വലിയ ടെർമിനോളജീസ് പറയുമ്പോൾ അവയെ കൈയടിച്ചിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അഥവാ അവർക്ക് വിവരം കൂടി എന്നുള്ള മിഥ്യാധാരണയിൽ എത്തിച്ചേരുന്നുണ്ട് എന്ന് ചുരുക്കം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മുടെ കാലത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആ സമയത്ത് ചിലപ്പോൾ അമേരിക്കൻ കൾച്ചറിനെ കുറിച്ചോ അമേരിക്കയിലുള്ള ഇംഗ്ലീഷിന്റെ സ്ലാങ്ങുകളെ കുറിച്ചോ ഒന്നും അവർക്ക് അറിയണമെന്നില്ല. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിവുണ്ട്. പല മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് വളരെയധികം അഭിമാനപ്പെടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം അറിവുകൾ യൂട്യൂബിൽ നിന്നോ ഗൂഗിൾ ചെയ്താലോ ജിമിനൈനോട് ചോദിച്ചാലോ പല മീഡിയയിൽ നിന്ന് കിട്ടും. അത് അതിൽ നിന്ന് തന്നെയാണ് വരുന്നതും. നല്ലത് തന്നെയാണ്. ആ കാര്യത്തിനകത്ത് ഒരു കുറ്റം നമുക്ക് പറയാനില്ല. പക്ഷേ ഈ ഒരു അറിവ് അവർ സമയം സ്പെൻഡ് ചെയ്തതിന് മാത്രം ഉപയോഗിക്കുന്ന ആളായിട്ട് മാറുന്നുള്ളൂ. ഒരു ട്രേഡ് ഓഫീസിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അവർക്ക് കറക്റ്റായിട്ട് അവരുടെ ക്രിയേറ്റീവ് മൈൻഡിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടോ? 1 മണിക്കൂർ കണക്കിന് ചിലപ്പോൾ യൂട്യൂബിന്റെ അകത്ത് സ്പെൻഡ് ചെയ്തതിന് ശേഷം ലഭിച്ച ഏക അറിവായിരിക്കും ചിലപ്പോൾ നമ്മളെ മക്കൾക്കുള്ള ഈ ഉത്തരം. അല്ലെങ്കിൽ അവർ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ഡബിൾ സമയം അവർ മൊബൈൽ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി എന്ന രീതിയിൽ ഇത് ലാഭകരമായിട്ടുള്ള ഒരു സമയം സ്പെൻഡ് ചെയ്യലായിട്ട് നമുക്കൊരിക്കലും കണക്ക് കൂട്ടാൻ കഴിയില്ല. എന്താണോ അവരുടെ ആവശ്യം അത് മാത്രം ചെയ്തു കൊടുക്കുക. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട, നിങ്ങൾ ചോദിക്കേണ്ട, ഞാൻ മുഴുവനായിട്ട് ഡിജിറ്റലൈസിനെ എതിർക്കുക എന്നതല്ല പറയുന്നത്. ഇതിൽ അവസാനം ഞാൻ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഡിവൈസുകളൊക്കെ സ്കൂളുകളിലും വീടുകളിലും ഉൾപ്പെടെ വന്നിട്ട് നിങ്ങളുടെ കുട്ടികളെ കുറേ മാനസികമായിട്ടും അക്കാദമിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നത്തിലാണ്. പക്ഷെ ഞങ്ങളുടെ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കുട്ടി ആൽബർട്ട് ഐൻസ്റ്റീൻ ആവും, സയന്റിസ്റ്റ് ആകും, ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരാകുമെന്ന് പറഞ്ഞിട്ട് റെസിഡൻസ് അസോസിയേഷനുകൾ വഴി വീടുകളിൽ വന്നിട്ട് നിങ്ങളെ ക്യാൻവാസ് ചെയ്തിട്ടുണ്ടാകാം. ഇതെല്ലാം വളരെ നല്ലത് തന്നെയാണ്. ഞാൻ ഒന്നിനെ എതിർക്കല്ല. സ്കൂളിലെ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡിന്റെ അകത്ത് വീഡിയോ കാണിച്ച് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കുറേ കുട്ടികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അതിനകത്ത് ഒരിക്കലും തെറ്റില്ല. വീട്ടിലും അതുപോലെ തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ച് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം മനസ്സിലാകാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് വലിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികളുടെ സ്വാഭാവികമായിട്ടുള്ള പല കഴിവുകളും ഇല്ലാതാകുമോ എന്നതാണ് ഇതിലൂടെ ഉണ്ടാവുന്ന വലിയൊരു അപജയം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. പണ്ടത്തെ കാലങ്ങളിൽ നമ്മുടെ ബാലരമ, പൂമ്പാറ്റ ഒക്കെ വായിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ ചില സമയത്ത് 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ഒക്കെ ഉള്ള സമയത്ത് ബാലരമ, പൂമ്പാറ്റ ഒക്കെ തുറന്നു പിടിച്ച് അതിനകത്ത് ചിത്രങ്ങളായിരിക്കും അവർ നോക്കുക. മറ്റൊന്നും കൊണ്ടല്ല, ചിത്രങ്ങളുടെ ഉള്ളിലുള്ള ടെക്സ്റ്റ്, ആ എഴുത്ത് വളരെ കുറവായിരിക്കും. ബാക്കി കംപ്ലീറ്റ് ചിത്രങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയ കാര്യങ്ങളിലാണ് വ്യക്തമായിട്ടുള്ള കഥ ഇരിക്കുന്നത്. അപ്പോൾ ആ ചിത്രങ്ങളിലേക്ക് നോക്കിയാൽ മതി, അപ്പോൾ കഥ അവർക്ക് മനസ്സിലാവും. അപ്പോൾ ആ ചെറിയ ചെറിയ സംഭാഷണങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് തിരിച്ചറിയാൻ പറ്റും ചെയ്യും.
പക്ഷെ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞപ്പോൾ പല കഥകളും നമ്മുടെ ചിത്രങ്ങളായി. ചിത്രങ്ങൾ മാത്രമല്ല, നമ്മൾ അതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനും എഴുതാൻ തുടങ്ങി. വളരെ പിന്നെന്താ ചെയ്ത്, കുറച്ചുകൂടി വലുതായി കഴിഞ്ഞപ്പോൾ നമ്മളൊരു ചിത്രം പോലും ഇല്ലാതെ നോവലുകൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ചിത്രങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ഭാവനയിലേക്ക് വായനയെ കൊണ്ടുവരാൻ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മൾ അന്നത്തെ കാലത്ത് 11-12 വയസ്സൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ചിത്രങ്ങളൊന്നുമില്ലാതെ വെറും ഒരു എഴുതി വെച്ചതിൻ്റെ അകത്ത് വായനയിലൂടെ ഭാവനയെ കൊണ്ടുവന്ന് നമ്മുടെ കഴിവുകളെ സ്വായത്തമാക്കിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പച്ച നിറമുള്ള ഉടുപ്പിട്ട ഒരു പെൺകുട്ടി വയലേലയിലൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവൾക്കെതിരെ ഒരു കാളങ്ങനെ ഓടി വരികയാണ് എന്ന് പറയുന്ന സമയത്ത് ആ കഥ വായിക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ പച്ച കളറുള്ള ഉടുപ്പിട്ട കാള വരുന്ന രംഗം, ആ പെൺകുട്ടി ഓടുന്ന രംഗം ഒക്കെ ഭാവനയിൽ വരികയാണ്. അപ്പൊ ഇത് തലച്ചോറിൽ ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഇന്നത്തെ രീതിയിൽ ഇവയൊന്നുമില്ലല്ലോ, ഇതൊന്നും ആവശ്യമില്ല. ഈ പറഞ്ഞ കഥ അതേപോലെ തന്നെ കാർട്ടൂണായിട്ട് മുമ്പിൽ അവതരിപ്പിക്കണം. അതുകൊണ്ട് കുട്ടിയുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു പാസീവ് ഡിവൈസ് ആയിട്ട് മാറിയിരിക്കണം, ആക്റ്റീവ് ഡിവൈസ് അല്ല. അവർക്ക് ചിന്തിക്കാനുള്ള വകുപ്പില്ല. അപ്പോൾ ഞാനിതിനൊന്നും എതിർക്കല്ല, മറിച്ച് ഞാൻ യാഥാർത്ഥ്യം പറയണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കള് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളിലേക്ക് ആകർഷകരായത്. അപ്പൊ ഇത് ജന്മനാല് അവര് ഈ ഒരു വിഷയം വിഷ്വലൈസിന് വേണ്ടിയിട്ട് കഴിവുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ വലുതായി കഴിയുന്ന സമയത്തോ ഈ പറഞ്ഞ കഴിവുകൾ ഒന്നും ഉണ്ടാവില്ല, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ ചില ടീഷർട്ടിന്റെ ഒക്കെ മുകളിൽ എഴുതി വെച്ചില്ലേ, ഐ ആം ബോൺ ഇന്റലിജന്റ്, എഡ്യൂക്കേഷൻ റെനോവൈഡ് മീ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആധുനിക വിദ്യാഭ്യാസത്തിൽ പുതുതായിട്ട് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ മിക്കതും കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി തല്ലിക്കെടുത്തുകയാണ് എന്ന് ചുരുക്കം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ നിന്ന് ചെയ്തു തുടങ്ങണം. അപ്പൊ സ്കൂളിന് അകത്തും പുറത്തും രണ്ട് രീതിയിലുള്ള ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഒരു പീരീഡ് ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് കുട്ടികൾ ക്രിയേറ്റീവായിട്ട് വന്നോളന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പുതിയ ലോകത്ത് ഓർഡറിൽ നമുക്ക് ഒരു ഒത്തിരി അറിവുകളല്ല നമുക്ക് വേണ്ടത്. കുറേ അറിവുകൾ, കുറേ നോളജുകളല്ല വേണ്ടത്. ഉള്ള അറിവുകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ എങ്ങനെ കഴിയുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒരൊറ്റ കഴിവിൽ, ഒരൊറ്റ സ്കില്ലിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അതിൽ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ അത് തന്നെ വളരെയധികം ആ വ്യക്തിയെ ഉയർത്തും എന്നുള്ളത് ഒരു സംശയമില്ല. ലോകത്തെ ഏറ്റവും വലിയ ആളായിട്ട് അദ്ദേഹം മാറും. കാരണം ഒരു MBBS ഡോക്ടറും ഒരു MD ഡോക്ടറും വെച്ച് നോക്കുന്ന സമയത്ത് ആരാണ് കൂടുതൽ ക്യാമൻ? MD അല്ലേ, സ്പെഷ്യലൈസ് ആണ്. അപ്പോൾ നിങ്ങളൊരു ചിത്രവരക്കാരനാണോ, നിങ്ങളൊരു ട്രെയിനറാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു ടീച്ചറാണോ, നല്ലൊരു പാട്ടുകാരനാണോ, നല്ലൊരു മാത്തമാറ്റീഷ്യനാണോ, നല്ല സംസാരിക്കാൻ അറിയുന്ന ഒരാളാണോ, ഒറേറ്ററാണോ, ഇതിൽ ഏതെങ്കിലും ഒന്നിനകത്ത് നമ്മുടെ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവൻ മാറി മറിയും. അതാണ് പുതിയ ലോകത്തിന്റെ ഓർഡർ. പണ്ടത്തെ പോലെ സാങ്കേതിക വിദ്യയിലോ അല്ലെങ്കിൽ മെഡിസിനിലോ ഇതിനകത്തൊക്കെ വേണമെന്ന് ആരും വാശി പിടിക്കുന്നില്ല. സത്യത്തിൽ സംസ്കൃതത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് നല്ല രീതിയിൽ സംസ്കൃതം ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സുകളെ, ഒട്ടേറെ അവസരങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അറ്റത്ത് പോവാം. റയർ ലാംഗ്വേജാണ് സംസ്കൃതം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട ലോകത്തുള്ള എല്ലാ സ്കൂളുകളും ഇതുപോലെയാണെന്ന് അല്ല. പല സ്കൂളുകളും അതിന് കൃത്യമായ എവിഡൻസ് ഉണ്ട്. മൊബൈൽ ഫോണുകൾ കയറ്റാത്ത സ്കൂളുകളുണ്ട്. ഡിജിറ്റലൈസ് ആക്കാതെ ഇപ്പോഴും ടെക്സ്റ്റ് ബുക്കിലൂടെ തന്നെ
അറിവ് സമ്പാദിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. അവരെങ്ങനെയായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക? ആ സ്കൂളുകളിൽ ഗ്രാമാന്തരങ്ങളിലൊന്നല്ല കേട്ടോ, വളരെയധികം പണം കൊടുത്തിട്ട് തന്നെ മിഷനറീസ് ആയിട്ട് എല്ലാം വലിയ ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ, ഫിലിമിലൊക്കെ കാണുന്ന പോലെ ലക്ഷങ്ങൾ ട്യൂഷൻ ഫീസ് വാങ്ങുന്ന സ്കൂളുകൾ മാത്രമല്ല കേട്ടോ, അല്ലാത്ത സ്കൂളുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് തരം വിദ്യാഭ്യാസവും രണ്ട് തരം പൗരന്മാർ ഇവിടെ ഉണ്ട്. അപ്പോൾ പറഞ്ഞ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ ക്ലാസ്സിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയുന്ന പോലെ തന്നെ എല്ലാത്തിനും അകത്തു കഴിവ് കുറഞ്ഞ, മൂല്യച്യുതി സംഭവിച്ച ധാരാളം ആളുകൾ വന്ന് കയറുന്നുണ്ട്. അവരെ സമയത്തോളം ആ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയും മോശമില്ലാതെ അവർക്ക് നിലനിർത്താനും കഴിയാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. നല്ല ടീച്ചേഴ്സിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഏതൊരു സ്കൂൾ മാനേജ്മെന്റ് പ്രിൻസിപ്പളിനും ഒരു തലവേദനയാണ്. ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ, ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് ആകട്ടെ, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ പരിധി വരെ ഈ ഈ കഴിവില്ലാത്ത ടീച്ചർമാർക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അവർക്ക് മാറാൻ പറ്റും. ഇതാണ് സത്യം. അഥവാ കുട്ടികൾ അതിലെങ്കിലും നോക്കിയിട്ട് ഇരുന്നിട്ട് പ്രശ്നങ്ങൾ ഇല്ലാണ്ട് കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോയിക്കോളും എന്ന് അവർ വിചാരിക്കുകയാണ്. അപ്പോൾ കുറേ സ്കൂളുകളൊക്കെ ഒരു ഡിജിറ്റൽ ഡിവൈസ് കൊണ്ടുവരാൻ വേണ്ടി ഇതും ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല, നമ്മൾ അറിയാതെ പോകുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഡിജിറ്റൽ ഡിവൈസുകളൊക്കെ എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഡെലിവറി ചെയ്ത് പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് യൂട്യൂബിലെ ഷോർട്ട് ആകട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് ആകട്ടെ, 30 സെക്കൻഡ് 60 സെക്കൻഡ് ഒക്കെ ഉള്ളത്, അവ കാണും തോറും കുട്ടികളുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ കുറഞ്ഞു വരികയാണ്. കുട്ടികൾക്ക് ഫോക്കസ് ഇല്ല, കുട്ടികൾ ഡിസ്റ്റർബൻസ് ആണ്. ഇത് വലിയൊരു അവസ്ഥയാണ്. ഡിസ്റ്റർബൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. പണ്ടത്തെ കാലത്തൊക്കെ ഒരു പുസ്തകം വായിച്ചിട്ട് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ആയിരുന്നു ഒരു കുട്ടിക്ക് ആ കഥയെക്കുറിച്ച് അറിയാൻ. പക്ഷെ ഇന്ന് സ്പീഡ് ചെയ്ത് മുൻപോട്ട് പോയി 2 മിനിറ്റ് കൊണ്ട് തന്നെ ആ സിനിമ എന്താണ്, ആ ഒരു ചെറിയൊരു കണ്ടന്റ് എന്താണ്, സ്റ്റോറി എന്താണ് എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതോട് കൂടിയിട്ട് കുട്ടിക്ക് സ്പാൻ ഓഫ് അറ്റൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ ഇവിടെ നൽകേണ്ട ആവശ്യമില്ല അന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ സ്പാൻ ഓഫ് അറ്റൻഷൻ കുറവായിരിക്കും. മനസ്സിലാവുണ്ടോ? ഇന്നത്തെ കാലത്ത് സ്പാൻ ഓഫ് അറ്റൻഷൻ കുറവായിരിക്കും. അപ്പോൾ ഇവരുടെ സംസാരത്തിൽ ഇവർക്ക് അറ്റൻഷൻ കുറവായിരിക്കും. വലിയൊരു പരിധി വരെ ക്ലാസ്സിൽ അടങ്ങിയിരിക്കാത്ത കുട്ടികളെ സംബന്ധിച്ച് ഇത് തന്നെയാണ് വലിയൊരു പ്രശ്നമായിട്ടുള്ളത്. ഈ ഒരു സ്പാൻ ഓഫ് അറ്റൻഷൻ കുറയുന്ന കാര്യത്തിൽ അകത്ത് പണ്ടത്തെ കാലത്ത് നിന്നും ഇന്നത്തെ കാലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കരിക്കുലത്തിൽ ഉണ്ടായ മാറ്റവും വലിയൊരു കാരണം തന്നെയാണ്. കാരണം പണ്ടത്തെ കാലത്ത് കാര്യമായിട്ട് ചിത്രങ്ങളൊന്നുമില്ലാത്ത പുസ്തകങ്ങളായിരുന്നു സമയത്ത് നമ്മൾ വായിപ്പിച്ചിരുന്നത്. അത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആശയങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്ന്. അത് സത്യമാണ്. പക്ഷേ എങ്കിൽ പോലും വീണ്ടും വീണ്ടും വായനകൾ അവർ പലപ്പോഴും അവരൊരു പ്രൊഫഷണലായിട്ട് അവരെ പ്രൊണൗൺസിയേഷൻ ആയിട്ടുള്ള ഒരു സ്പാൻ ഓഫ് അറ്റൻഷനിലേക്ക് കുട്ടികൾ വരാൻ അതിന് വഴിയൊരുക്കിയിരുന്നു. അതിനുശേഷം പിന്നീട് വിനോദത്തിന്റെ ഉപകരണങ്ങളിലൂടെ കാര്യം പറയുന്ന സമയത്ത് അത് കുറച്ചുകൂടിയും അറ്റൻഷൻ കിട്ടിയിരുന്നു. എന്നാൽ ഇന്നോ ടെലിവിഷൻ വന്നു കഴിഞ്ഞപ്പോൾ പണ്ടത്തെ കാലത്ത് ആകെയുള്ള എന്താ പറയുക, ഹീമാനോ മിക്കി മൗസോ ഒക്കെ ആഴ്ചക്ക് ഒരു ദിവസമാണ് വരിക. അതിനുവേണ്ടി കാത്തിരിക്കും. കൂടാതെ വന്നു കഴിഞ്ഞാലോ തന്നെ അരമണിക്കൂർ മിക്കി മൗസാണ്. നമുക്കത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ കഴിയില്ല. അത് കാണുക എന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മൊത്തം ഇരുന്ന് കാണും. പിന്നീട് വന്നത് കേബിൾ ടി വിയുടെ ഒരു വിപ്ലവമാണ്. കേബിൾ ടി വി വന്നു കഴിഞ്ഞപ്പോൾ ഒന്നിലേറെ കുട്ടികൾക്കുള്ള ചാനലുകളുണ്ട്. ഈ ചാനൽ കണ്ട്
കണ്ടത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 5 മിനിറ്റ് കണ്ടിട്ട് അടുത്ത ചാനൽ പോയി കാണാം. അപ്പോൾ സ്പാൻ ഓഫ് അറ്റൻഷൻ വീണ്ടും കുറഞ്ഞു. പിന്നീട് വന്നത് ഈ പറഞ്ഞ പോലെ ഇന്റർനെറ്റിലെ യൂട്യൂബ് പോലെ ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് ആകുന്ന സമയത്ത് എല്ലാ സെക്കൻഡുകൾ മാത്രം കണ്ടിട്ട് അടുത്തയിലേക്ക് ചാടി ചാടി കയറാൻ പറ്റും. ഇന്നത്തെ ഒരു സാഹചര്യട്ടാ. അപ്പോ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ പതുക്കെ പതുക്കെ മാറി മാറി വന്നു പോലും വന്നിട്ട് എന്താ ഉണ്ടാവുക, നമ്മുടെ കുട്ടികളുടെ സ്പാൻ ഓഫ് അറ്റൻഷനെയും ഇത് കാര്യമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള കഴിവിനെയും വളരെയധികം ഇത് സ്വാധീനിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, ജസ്റ്റ് ഇമാജിൻ. അപ്പോൾ ബ്ലൂംബർഗ് പോലത്തെ ഒരു വലിയൊരു ബിസിനസ് ഡാറ്റ അഗ്രിഗേറ്റർ കമ്പനി ഏകദേശം 50,000-ത്തിലേറെ പേരെ ഓരോ വർഷവും ഹയർ ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. ആ കമ്പനിയുടെ മേധാവി മൈക്കൽ ബ്ലൂംബർഗ് ഇക്കാര്യത്തെക്കുറിച്ച് ആശങ്കാകുലനാകുന്നതിൽ ഭാവിയിലേക്ക് നമ്മുടെ മക്കളുടെ കാര്യത്തെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മക്കളെ അവരുടെ ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയാനുള്ള കാരണം. നമ്മുടെ മക്കളുടെ സ്കിൽ സെറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇക്കാര്യം അദ്ദേഹത്തിന് മാത്രം തോന്നിയിട്ടുള്ള കാര്യമല്ല, മാതാപിതാക്കളായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ കുട്ടികളെ പൂർണ്ണമായിട്ട് നമുക്ക് ഡിജിറ്റൽ ഗാഡ്ജറ്റിൽ നിന്ന് ഇവിടെയാണ് പോയിന്റ് ചെയ്യാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഗാഡ്ജറ്റിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. ഇനി അവരോട് നമ്മൾ നിർത്താൻ പറഞ്ഞാലോ? പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ എന്ന രീതിയിൽ നമ്മുടെ മുകളിൽ വലിയ പ്രഷർ ഉണ്ടാവും. കാരണം കുട്ടികൾ സ്കൂളിൽ പോയി വന്നിട്ട് നമ്മൾ തിരിച്ചു പറയുന്ന കാര്യം, നിങ്ങൾ ഈ മൊബൈൽ ഉപയോഗിക്കേണ്ട കേട്ടോ എന്നൊക്കെ നമ്മൾ പറയുന്ന അവർ തിരിച്ചു പറയും, എൻ്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഗെയിം കളിക്കണ്ടല്ലോ, അവർ ഗെയിം കളിക്കണ്ടല്ലോ, ഇവർ ഗെയിം കളിക്കണ്ടല്ലോ. ഈ ഗെയിം കളിക്കുന്ന കുട്ടികളെ മുന്നിൽ കാണിച്ചുകൊണ്ട് അവരെ കാര്യം സാധിക്കും. നമുക്ക് പ്രഷറുണ്ട്. അതേപോലെ തന്നെ പല കുട്ടികളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിഡ്രോവൽ സിംറ്റംസ്, ദേഷ്യപ്പെടുക, കള്ളുകുടിയന്മാർ സാധാരണഗതിയിൽ കാണിക്കുന്ന പോലെ തന്നെ ഇതിനകത്തുള്ള വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്ന കുട്ടികൾ നമ്മൾ കാണുന്നുണ്ട്. ഗെയിം കളിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊബൈലിൽ കാർട്ടൂണുകൾ കാണണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാരെ ഉപ്പമാരെയൊക്കെ അടിക്കുന്ന, വഴക്കുണ്ടാക്കുന്ന മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. ആദ്യം അവരുമായിട്ട് നല്ലൊരു കമ്പനി ആയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി സമയം കൊടുക്കുക. സമയം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ നമ്മുടെ കൂടെ വരും. എല്ലാം പതുക്കെ നമ്മൾ ആക്കി തീർത്തു കഴിഞ്ഞാൽ അത്യധികമായിട്ട് നമ്മൾ അവരെ ജീവിതത്തിലേക്ക് വായനയെ കൊണ്ടുവന്ന് ഡിജിറ്റൽ ഡിവൈസ് ആയിട്ടുള്ള ഈ ആമസോൺ കിൻഡിലൊക്കെ പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ റീഡിങ് ആപ്പുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അതിൻ്റെ അകത്ത് വായനയെങ്കിലും പതുക്കെ പതുക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിന് വളർച്ച ഉണ്ടാക്കും. അല്ലെങ്കിൽ നമുക്ക് വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവം നടന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ആ വിദ്യാഭ്യാസ വിപ്ലവം കുറേ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുക മാത്രമായിട്ട് മാറും. കഴിവുകളുള്ള ആളുകളായിട്ട് നമ്മൾ മാറൂല. അപ്പോൾ കഴിവുകളുള്ള ഒരു വിദ്യാഭ്യാസമായിട്ട് മാറട്ടെ. അതിനുള്ള ഒരു ഉദ്യമമായിട്ട് നമ്മളെ ഡിജിറ്റൽ ട്രോമകളെ മാറ്റിയിട്ട് ആ പഴയ വായനയുടെ, എഴുത്തിൻ്റെ, ഭാവനശേഷിയുടെ ലോകത്തേക്ക് നമ്മുടെ മക്കൾക്ക്, നമ്മളെ വരും തലമുറക്ക് വരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ വരുന്നവരെ സൈനിങ് ഓഫ് അനീഷ് മുഹമ്മദ്.